ഇനി ഡിവോഴ്സിന് മുൻപുള്ള കൗൺസിലിങ്ങിനായിട്ട് കപ്പിൾസ് വന്നിരുന്നു. അടിപൊളി കപ്പിൾസ് ആണ്, കാണാനായിട്ട് മെയ്ഡ് ഫോർ ഈച്ച് അതർ. കാണാൻ മാത്രമല്ല, ഫാമിലി വെൽ സെറ്റിൽഡ് ആണ്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, കരിയറിലാണെങ്കിൽ ഫ്ലറിഷ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് യങ് ആയിട്ടും വൈബ്രന്റ് ആയിട്ട് എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർ. ഇവർ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങും ആയിരുന്നു. രണ്ട് നല്ല കുഞ്ഞു മക്കളുണ്ട്. എല്ലാം കൊണ്ടും ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു. പിന്നെ എന്തു പറ്റി? ചുമ്മാ എല്ലാം ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയത്ത് നേരം പോക്കിന് തമാശയ്ക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തുടങ്ങാനായിട്ട് ഒരു പാർട്ട്ണറിന് ഒരു ആഗ്രഹം. അങ്ങനെ ഒരു അഫെയറുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ അഫെയറിൽ ഇരിക്കുന്നുണ്ടായിരുന്ന ആള് അത്ര നിസ്സാരക്കാരിയായിരുന്നില്ല. അവർ നിരന്തരം ത്രട്ടൺ ചെയ്യാൻ തുടങ്ങി. റേപ്പ് കേസ് ഫയൽ ചെയ്തു, ചീറ്റിംഗ് കേസ് ഫയൽ ചെയ്തു. ഇപ്പോൾ കോടതിയും പോലീസ് സ്റ്റേഷനും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ സകല സമാധാനം പോയി. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിലൊക്കെ നാണം കിട്ടും. അപ്പൊ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? നമ്മുടെ കയ്യിലുള്ള ജീവിതത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റാണ്ട് ഒരു വലിയ കുഴിയിലേക്ക് എടുത്ത് ചാടുന്നതിനേക്കാൾ മുൻപ് അതിന്റെ പിന്നിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് വളരെ വലിയ വിപത്താണെന്ന് ഉള്ളൊരു ചിന്ത ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. താങ്ക് യു.